കേരളത്തിലെ രാഷ്ട്രീയ തലത്തിൽ ഏറ്റവും ചർച്ചയായ ഒരു പ്രചരണ യാത്രയായിരുന്നു കോൺഗ്രസിന്റെ പുതിയുഗ യാത്ര. ഈ പുതിയുഗ യാത്ര സംഘടിപ്പിച്ചത് അല്ലെങ്കിൽ നേതൃത്വം നൽകിയത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശനാണ്. എന്താണ് ഈ യാത്രയുടെ പ്രാധാന്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലെ വിവിധ പ്രശ്നങ്ങൾ ജനങ്ങളുമായി ഡയറക്റ്റ് ചർച്ച ചെയ്യാനും UDFന്റെ ഭാവി പദ്ധതി ജനങ്ങളിലേക്ക് ഡയറക്റ്റ് എത്തിക്കാനുമാണ് ഈ യാത്ര പ്രധാനമായും സംഘടിപ്പിച്ചത്. ഫെബ്രുവരി 6, 2026 കാസർഗോഡിൽ നിന്ന് തുടങ്ങി മാർച്ച് 8, 2026 തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്താണ് ഈ യാത്ര സമാപിക്കുന്നത്. ഏകദേശം ഈ യാത്ര 25 ദിവസം നീണ്ടു നിന്നിരുന്നു. കേരളത്തിലെ 14 ജില്ലകളുടെ ഈ യാത്ര കടന്നുപോയി. ഉന്തും തള്ളുമായിട്ട് ഏറെ ചർച്ചാ വിഷയവും ഈ യാത്രയായിരുന്നു. കാരണം ഏതോ ഒരു മണ്ഡലത്തിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും മുല്ലപ്പള്ളി രാമചന്ദ്രനൊക്കെ സ്റ്റേജിൽ നിന്ന് അടിതെറ്റി വീഴുന്ന കാഴ്ച വരെ നമ്മൾ കണ്ടതാണ്. ഈ യാത്രയുടെ സമാപന വേളയിലാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി വന്നതും കേരളത്തിലെ ജനങ്ങൾക്ക് 5 വാഗ്ദാനങ്ങൾ നൽകിയതും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ വാഗ്ദാനം. So the first guarantee is a free bus travel for all women in KSRTC buses. ആദ്യത്തെ ഗ്യാരണ്ടി കേരളത്തിലെ KSRTC വാഹനങ്ങളിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം തീർത്തും സൗജന്യമായ നിരക്കിൽ സ്ത്രീകൾക്ക് ഏർപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യമായിട്ടുള്ള KSRTC ബസ് യാത്ര എന്നാണ്. ഇതിന് തക്കതായിട്ടുള്ള ഒരു മറുപടി കേരളത്തിലെ നിലവിലെ ഗതാഗത മന്ത്രിയായ KB ഗണേഷ് കുമാർ നൽകിയിട്ടുണ്ട്. അതും കൂടി നമുക്ക് കേട്ടിട്ട് വരാം. പിന്നെ ഒരു നഷ്ടമില്ലാതെ എല്ലാ യൂണിറ്റുകളും നടത്തിയും ഒക്കെ വളരെ കഷ്ടപ്പെട്ടിട്ട് KSRTC ജീവനക്കാർ ഇത് മുന്നോട്ട് കൊണ്ടുവരികയാണ്. വഴിയെ പോകുന്നവർക്ക് എന്തെങ്കിലും പറഞ്ഞ് അത് കൊടുക്കാം ഇത് കൊടുക്കാമെന്ന് പറയാമെന്നുണ്ടായത് ഇത് ഒരു 2 മാസം ഈ പറയുന്ന ആനുകൂല്യം നടത്തിക്കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ KSRTC പിന്നെ ശമ്പളം ഉണ്ടാവില്ല, KSRTC ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ. KSRTCയുടെ സ്ഥിതി എനിക്കറിയാവുന്നതൊക്കെ അവർക്ക് അറിയത്തില്ല. വെളിയിൽ നിന്ന് എല്ലാവർക്കും ഫ്രീ ആണെന്ന് പറഞ്ഞാൽ കർണാടകത്തിൽ എല്ലാവർക്കും ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി പോയി എല്ലാവർക്കും ഫ്രീ ആക്കി കൊടുത്തു സ്ത്രീകൾക്കെല്ലാം. ഇപ്പൊ കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കടുത്ത നഷ്ടത്തിലും പ്രതിസന്ധിയിലാണെന്ന് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഞാനത് കണ്ടതാണ്. അപ്പൊ അതുപോലെ ഇത് അത്ര പോലും സമയം ഉണ്ടാവില്ല. ഇത് 1 മാസം പോലും പോവില്ല. കാരണം ഇത് പറയുമ്പോ എന്താ പറയാ, നമ്മൾ ഈ ഇലക്ഷൻ വരുന്നതെന്ന് പറഞ്ഞിട്ട് സൗജന്യമായിട്ടുള്ള സ്ത്രീകൾക്ക് യാത്ര കൊടുത്തു കഴിഞ്ഞാൽ KSRTC ബസ്സിലെ ജീവനക്കാർക്ക് 1 മാസം പോലും തികച്ച് ശമ്പളം കൊടുക്കാനുണ്ടാവില്ല. ചുരുക്കി പറഞ്ഞാൽ ബസ് പെട്ടിപ്പുറത്താകുമെന്നാണ് KB ഗണേഷ് കുമാറിന്റെ വാദം. എന്താണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. ഇനി അടുത്ത രണ്ടാമത്തെ പ്രഖ്യാപനം എന്താണെന്ന് നോക്കാം. 1,000 rupees a month financial assistance to college going girl students. മാസാന്തം 1000 രൂപ കോളേജിൽ പോകുന്ന പെൺകുട്ടികൾക്ക് പ്രത്യേകമായിട്ട് നൽകാൻ തയ്യാറാവുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രഖ്യാപനം പറയുന്നത് 1000 രൂപ കോളേജ് സ്റ്റുഡൻസിന് കൊടുക്കുമെന്നാണ്. പോക്കറ്റ് മണി ആയിട്ട് കൊടുക്കുമെന്നായിരിക്കും ഉദ്ദേശിച്ച്. ആയിക്കോട്ടെ, ജയിച്ചാലല്ലേ കൊടുക്കുള്ളൂ, നമുക്ക് നോക്കാം. ഇനി മൂന്നാമത്തെ പ്രഖ്യാപനമാണ് ക്ഷേമ പെൻഷൻ. അധികാരത്തിൽ വന്നാൽ, അതായത് UDF അധികാരത്തിൽ വന്നാൽ 3000 രൂപയാക്കുമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ വാദം. അതും കൂടി കേട്ടിട്ട് വരാം. Welfare pensions increased to 3,000 rupees a month. ക്ഷേമ പെൻഷൻ മാസാന്തം 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. 3000 രൂപ പെൻഷൻ കൊടുക്കുമെന്ന് പറയുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യമേ നമുക്ക് 2011 ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തില്, അതായത് ഭരണകാലത്ത് 300 രൂപയായിരുന്നു പെൻഷൻ. അത് ഏതാണ്ട് 2014 ആയി കഴിഞ്ഞപ്പോൾ 500 രൂപയാക്കി കൂട്ടി. 2016 ആയപ്പോഴോ 600 രൂപയാക്കി. എന്നാൽ 2016 ഒരു ഭരണമാറ്റം വന്നു. ഉമ്മൻചാണ്ടി സർക്കാർ പുറത്തേക്കും പോയി, പിണറായി സർക്കാർ അകത്തേക്കും വന്നു. ഈ അകത്തേക്ക് വന്ന പിണറായി സർക്കാർ നേരിടേണ്ടി വരുന്നത് 18 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ്. അത് ആരുടെ ഭാഗത്തു നിന്നാണ്? ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടാക്കി വെച്ച കുടിശ്ശികയാണ് അവർക്ക് നികത്തേണ്ടി വന്നത്. ഏറ്റവും വലിയ വസ്തുത എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, 2016 ഇലക്ഷൻ സമയത്ത് LDFന്റെ പ്രചാരണത്തിൽ വന്ന ഏറ്റവും വലിയ ഒരു വാർത്തയായിരുന്നു, അല്ലെങ്കിൽ വാഗ്ദാനമായിരുന്നു, ഞങ്ങൾ അധികാരത്തിൽ കയറിയാൽ 1600 രൂപയാക്കി പെൻഷൻ കൂട്ടുമെന്നാണ് അവർ പറഞ്ഞത്. അവരുടെ വാഗ്ദാനം അവർ അത് പാലിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ഒന്നും കൂടി നോക്കാം. 2016 അധികാരത്തിൽ കയറിക്കഴിഞ്ഞാൽ 1600 രൂപ ക്ഷേമ പെൻഷൻ ആക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ LDF സർക്കാർ അധികാരത്തിൽ കയറിയിട്ട് 10 വർഷം തികയുന്നു. അടുത്ത ഇലക്ഷന് ഏതാനും മാസങ്ങൾക്ക് മുന്നെയാണ് 1600 രൂപ അന്ന് പറഞ്ഞ വാഗ്ദാനം, അതായത് 10 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞ വാഗ്ദാനത്തിലേക്ക് അവരെത്തിച്ചേർന്നത്. നിങ്ങൾ നോക്കൂ, എന്തോരം വാഗ്ദാനങ്ങളാണ് പാലിക്കപ്പെടാതെ പോകുന്നതെന്ന്. എന്താണ് രാജസ്ഥാനിലെ ഇൻഷുറൻസ് എന്ന് കൂടി നമുക്ക് നോക്കാം.
the Congress government in Rajasthan came up with a fantastic health insurance scheme. രാജസ്ഥാനിലെ ഗവൺമെന്റ് വളരെ സമഗ്രമായിട്ടുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി. It was praised all over the world. അത് ലോകത്ത് മുഴുവനും പ്രശംസിക്കപ്പെട്ടു. And one of our greatest leaders was Omen Chandy ji. നമ്മുടെ മഹാന്മാരായ നേതാക്കളിൽ പെടുന്ന വ്യക്തിത്വമാണ് ശ്രീ ഉമ്മൻചാണ്ടിജി. So we are going to name the new health insurance scheme for Kerala after Omen Chandy ji. ഉമ്മൻചാണ്ടിയുടെ കാലശേഷം കേരളത്തിലെ ആ ഇൻഷുറൻസ് സംഭവത്തിന് അതിന് തകർച്ച സംഭവിച്ചിട്ടുണ്ട്. And that is going to provide 25 lakh rupees of insurance for every household. ഓരോ വീടിനും ഓരോ കുടുംബത്തിനും 25 ലക്ഷം വരെയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്ന് ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. Up to 5 lakh interest-free loans for youngsters who want to start their businesses. അതിൽ 5 ലക്ഷം വരെയുള്ളവർക്ക് അതിൽ 5 ലക്ഷം വരെ ചെറുപ്പക്കാർക്ക് പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്ക് സൗജന്യമായി കടം ഫ്രീ ലോൺ നൽകുന്നതിനായിരിക്കും ഉപയോഗപ്പെടുത്തുക. And a dedicated ministry for senior citizens welfare. മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി അവർക്ക് സേവനത്തിന് വേണ്ടി അർപ്പിക്കപ്പെട്ട ഒരു പ്രത്യേക മന്ത്രാലയം പ്രായം ചെന്നവർക്ക് വേണ്ടി തുടങ്ങാൻ നാം. മുഖ്യമന്ത്രി ചിരഞ്ജീവി സ്വാസ്ഥ്യ ബീമ യോജനയാണ് രാജസ്ഥാനിൽ നടപ്പാക്കിയ പ്രധാന സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. പ്രധാന വിവരങ്ങൾ ആരംഭിച്ചത് അശോക് ഗെഹ്ലോട്ട് സർക്കാരാണ്. സംസ്ഥാനം രാജസ്ഥാൻ. ലക്ഷ്യം സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യമായോ കുറഞ്ഞ ചിലവിൽ ആരോഗ്യ ചികിത്സ നൽകുക എന്നതാണ് ഇതിന്റെ പ്രധാന സവിശേഷതകൾ. ഒരു കുടുംബത്തിന് വർഷത്തിൽ 25 ലക്ഷം വരെ ആരോഗ്യ ഇൻഷുറൻസ് കവർ സർക്കാർ ആശുപത്രികളിലും അംഗീകൃത സ്വകാര്യ ആശുപത്രികളും ഉൾപ്പെടും. ക്യാഷ്ലെസ് ചികിത്സ ലഭിക്കും. ശസ്ത്രക്രിയകൾക്കും ഉൾപ്പെടെ നിരവധി ചികിത്സകൾ ആർക്കെല്ലാം ലഭിക്കുമെന്ന് നമുക്ക് നോക്കാം. BPL കുടുംബങ്ങൾ, സാമൂഹിക സുരക്ഷാ പദ്ധതികൾ ഉൾപ്പെട്ടവർ, കുറഞ്ഞ പ്രീമിയം അടച്ച സാധാരണ കുടുംബങ്ങൾക്കും ചേരാം. നല്ല വശങ്ങൾ: വലിയ ഇൻഷുറൻസ് കവർ. 25 ലക്ഷം വരെ കവർ ഉള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളിൽ ഒന്നാണ്. ദരിദ്രർക്കുള്ള വലിയ സഹായം. ക്യാൻസർ, ഹൃദയ ശസ്ത്രക്രിയ പോലുള്ള വലിയ ചികിത്സാ ചെലവ് ഒഴിവാക്കുന്നു. 2. സ്വകാര്യ ആശുപത്രികളും ഉൾപ്പെടുന്നു. സർക്കാർ ആശുപത്രികളിൽ മാത്രം ഒതുങ്ങുന്നില്ല. 3. ക്യാഷ്ലെസ് ചികിത്സ. ആശുപത്രിയിൽ നേരിട്ട് പണം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിന്റെ ചീത്തവശങ്ങൾ: ആശുപത്രികൾക്ക് പണമടയ്ക്കാൻ വൈകുന്നു. ചില സ്വകാര്യ ആശുപത്രികൾ പറഞ്ഞത് സർക്കാർ ക്ലെയിം സെറ്റിൽമെന്റ് വൈകിക്കുന്നു എന്നാണ്. ചില ആശുപത്രികൾ പദ്ധതികൾ ഒഴിവാക്കുന്നു. ചെലവ് കുറവായി നിശ്ചയിച്ചതിനാൽ ചില ആശുപത്രികൾ പദ്ധതി സ്വീകരിക്കാത്തതായിട്ട് സംഭവിച്ചു. ഇനി ദുരുപയോഗം: ചില ആശുപത്രികൾ ആവശ്യമായിട്ടില്ലാത്ത ചികിത്സകൾ പോലും ക്ലെയിം ചെയ്യുന്നുവെന്ന ആരോപണവും ഉയർന്നു വരുന്നു. സംസ്ഥാന സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യത. 25 ലക്ഷം കവർ ഉള്ളത് കൊണ്ട് സർക്കാരിന് വലിയ ചിലവ് വരുന്നു. ഈ പദ്ധതിയുടെ അതേ മോഡലാണ് ഉമ്മൻചാണ്ടിയുടെ പേരിൽ UDF അധികാരത്തിൽ വന്നാൽ കൊണ്ടുവരിക എന്നാണ് പറയുന്നത്. അവിടെ തന്നെ പല ഹോസ്പിറ്റലിലും ഈ പദ്ധതി വിജയിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് കേരളത്തിൽ? ഇതൊക്കെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം. രാഹുൽ ഗാന്ധിയുടെ ഈ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് UDF വോട്ട് ചെയ്യാൻ പോകുന്നവർ അദ്ദേഹം നേരത്തെ മത്സരിച്ച് ജയിച്ച വയനാട് അവിടെ എന്തെങ്കിലും ചെയ്തിരുന്നോ എന്നും കൂടി പരിശോധിക്കുക. അദ്ദേഹത്തിന്റെ സഹോദരിയല്ലേ വയനാട് ഇപ്പോഴത്തെ MP? അവർ എന്തേലും ചെയ്തോ? വർഷത്തിൽ മാവേലി വരുന്നത് പോലെ വന്ന് ആ സമയത്ത് എടുത്ത ഫോട്ടോസ് എല്ലാം ചേർത്ത് ഒരു കലണ്ടർ വിതരണം ചെയ്തു. ചൂരൽമലയിൽ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവരെ പുച്ഛിക്കുന്നതിന് തുല്യമായിരുന്നു ഇത്. കാരണം വീട് നഷ്ടപ്പെട്ടവർക്ക് ചുമരില്ലാത്തവർക്ക് എവിടെയാണ് കലണ്ടർ തൂക്കാൻ സാധിക്കുക? ഇതൊക്കെയാണ് ഇവരുടെ ഇലക്ഷൻ സ്ട്രാറ്റജി. ഇതെല്ലാം മുന്നിൽ കണ്ട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വോട്ട് ചെയ്യുക.